മുസ്ലിം ജനവിഭാഗം അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കാൻ ഇവരതിനകത്ത് അന്യ സമുദായക്കാരെ കുത്തി നിറക്കാനുള്ള തീരുമാനങ്ങൾ ആ ബില്ലിൽ അവർ ഉൾച്ചേർത്തിരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നത് ഒരുപക്ഷെ നാളെ ഇനി പള്ളികളിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകാനും വെള്ളിയാഴ്ചകളിലൊക്കെ ജുമുഅ പ്രസംഗം നടത്താനൊക്കെ RSSന്റെ കാര്യാലയത്തിൽ നിന്നും BJP ആഫീസിൽ നിന്നൊക്കെ ഇവര് ആളെ വിടുന്ന കാലം അനധിവിദൂരമൊന്നും അല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു സാങ്കത്യമെന്നും ആലോചിക്കുകയാണ്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഏതൊരു മനുഷ്യൻ്റെയും തല കുനിഞ്ഞു പോകേണ്ട ഒന്നാണ്. കാരണം ഹിന്ദു മതത്തിൻ്റെ കാര്യങ്ങൾ, ക്രിസ്ത്യാനിറ്റിയുടെ, സിഖ് മതത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആ മതക്കാരും അവരുടെ വിചാരങ്ങൾ ഏകോപിപ്പിച്ചുമാണ്. ഇവിടെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അതിസുപ്രധാനമായ ഒരു നിയമം ഇവരുണ്ടാക്കുമ്പോൾ ആ സമുദായത്തെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇവരുണ്ടാക്കുന്നത്? ഏത് മതേതരത്വവും ഏത് ജനാധിപത്യവും ഏത് സൗഹാർദ്ദവും സഹിഷ്ണുതയൊക്കെയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ള വളരെ പ്രബലമായൊരു സംശയമുണ്ട്. ഇത് ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ്, ആർട്ടിക്കിൾ 15 വിരുദ്ധമാണ്, ആർട്ടിക്കിൾ 25 വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനക്കും ഇന്ത്യയുടെ നിയമവ്യവസ്ഥക്കും ഇന്ത്യയുടെ സങ്കല്പങ്ങൾക്കും മൂല്യങ്ങൾക്കും ആശയാദർശങ്ങൾക്കും വിരുദ്ധമായ ഒരു ചുവടുവെപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇവരതിനു വേണ്ടി നിരന്തരം നുണകളുടെ വലിയ കെട്ടാണ് അഴിച്ചുവിടുന്നത്. ഇവരിനി പറയാൻ പോകുന്നത്, BJP പ്രതിനിധിയൊക്കെ പറയാൻ പോകുന്ന ഒരു കാര്യം ഞാൻ ആദ്യം ഇപ്പം തന്നെ പറയും. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തേത് ഭൂമിയിലും വഖഫ് ബോർഡിന് അവകാശവാദം ഉന്നയിച്ച് അതിനെ നിയമക്കുരുക്കിൽ കൊണ്ടാക്കാം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖഫ് ചെയ്ത ഭൂമി എന്ന് പറയപ്പെടുന്ന ഭൂമി കയ്യേറുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ കൈവിട്ടു പോകുമ്പോൾ മാത്രമാണ് വഖഫ് ബോർഡ് ഇവിടെ ഒരു നിയമപ്രശ്നത്തിലേക്ക് വരുന്നത്. അതിൻ്റെ മുകളിൽ ഇവിടെ കോടതികളുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് ആ നിയമം ഇവിടെ പരുവപ്പെടുത്തിയിരിക്കുന്നത് എന്നിരിക്കുകയിൽ ഇവർ ബോധപൂർവം പലരെയും ഈ നിയമത്തിന് ആനുപാതികമായി ചിന്തിക്കാൻ വേണ്ടി നുണപ്രചരണം നടത്തിക്കൊണ്ട് ഒരു വലിയ നുണപ്രചരണം നടത്തുകയും ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിയമം ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ള പ്രശ്നമാണ് താങ്കൾ ഉന്നയിക്കുന്നത്, കോൺഗ്രസ് ഉന്നയിക്കുന്നത്.